ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പ്രതീക്ഷയും ആശ്വാസവുമായ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ച് നടൻ മോഹൻലാൽ. കൊച്ചിയിൽ ജെ.സി. ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം സ്ഥാപിക്കുന്നതിന് 100 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അന്തരിച്ച നടൻ സലിംകുമാറിന് എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയും ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി ആരംഭിക്കുന്നതിന് 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. MD വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി കോഴിക്കോട് കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് ആശ്വാസമാകുന്ന ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ. സിനിമയെ ഒരു വ്യവസായമായി പരിഗണിക്കുമെന്ന കേരള സർക്കാരിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശനും സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥിനും മോഹൻലാൽ നന്ദി അറിയിച്ചു. സിനിമാ മേഖലയുടെ വികസനത്തിനായി സമഗ്ര പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ ജെ.സി. ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരം വേദി, വ്യാജ സിനിമകൾ നിരോധിക്കാൻ ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിനായി അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 100 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. അന്തരിച്ച നടൻ സലിംകുമാറിനായി എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയും ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി ആരംഭിക്കുന്നതിന് 5 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി കോഴിക്കോട് കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കഥകളി, കൂത്ത്, തെയ്യം, ഒപ്പന, മാപ്പിളപ്പാട്ട്, മാർഗംകളി, ഐനിപ്പാട്ട്, ഗോത്രകലാരൂപങ്ങൾ എന്നിവ അവതരിപ്പിക്കും. ജെൻസി കുട്ടികൾക്ക് ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കുന്നതിനും നൃത്തം, സംഗീതം എന്നിവ അവതരിപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കും. 50 കോടി രൂപ ചിലവിലുള്ള പദ്ധതിക്കായി കേരള കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് സ്ഥാപിക്കും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.